മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാട്ടർലൂ ആകാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 3 ദിവസത്തെ പര്യടനം ഈ പരാജയത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി പ്രചരണ രംഗത്ത് വന്നാൽ അദ്ദേഹം സർക്കാരിൻ്റെ നേട്ടങ്ങളെപ്പറ്റി വേണം പറയുവാൻ. സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെപ്പറ്റി പറയാൻ നിലമ്പൂരിലെ യോഗങ്ങളിലൊന്നും എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറായില്ല? ഭരണ നേട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അത് പറയുമായിരുന്നല്ലോ. അപ്പോൾ ഭരണപരാജയം മൂടിവെക്കാൻ വേണ്ടി വർഗീയമായ പ്രചരണമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അത് വളരെ ദൗർഭാഗ്യകരമായി പോയി. തെരഞ്ഞെടുപ്പ് വരും പോവും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തുകയും പ്രസ്താവനകൾ ചെയ്യുകയും ചെയ്യുന്നത് ആപൽക്കരമായ ഒരു പ്രവണതയാണ്. അദ്ദേഹത്തിന് ഭരണ നേട്ടങ്ങളെപ്പറ്റി പറഞ്ഞ് ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്, ചെയ്യാമായിരുന്നു. അപ്പോഴത് ചെയ്യാതെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും നിലമ്പൂരിലെ ജനങ്ങളെ കബളിപ്പിക്കാനോ വിഭജിക്കാനോ സാധ്യമല്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമായിരിക്കുന്നു എന്നത് ഇന്നലത്തെ പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം തെളിയിച്ച കാര്യമാണ്. കോരിച്ചൊരിയുന്ന മഴയത്തും അഭൂതപൂർവമായ ജനക്കൂട്ടം പ്രിയങ്ക ഗാന്ധിയുടെ സമ്മേളനത്തിലും റോഡ് ഷോയിലും പങ്കെടുത്തത് വിജയം ഉറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. എനിക്ക് ചോദിക്കാനുള്ള, കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചു മുടിച്ച ഇടതു മുന്നണിക്ക് ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യണം? സർക്കാരിനെതിരായ ജനവികാരം വളരെ ശക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിലക്കയറ്റമാണ്. ഇന്ന് വിലക്കയറ്റം സമീപകാലത്തൊന്നുമില്ലാത്ത നിലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിഗുരുതരമായ വിലക്കയറ്റത്തെ നേരിടുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിലെ വെളിച്ചെണ്ണ വില കിലോയ്ക്ക് 70 രൂപയുടെ വർധനമാണ് ഉണ്ടായി. 70 രൂപ വെളിച്ചെണ്ണയുടെ വില. തേങ്ങയുടെ വില പിടിച്ചാൽ കിട്ടാത്ത നിലയിലാണ്. അരിവില 8 രൂപ മുതൽ 15 രൂപ വരെ വർദ്ധിച്ചിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിൽ സംജാതമാണ്. സാധാരണഗതിയിൽ വിലക്കയറ്റമുണ്ടായാൽ സർക്കാർ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് സാധനങ്ങൾ സബ്സിഡൈസ് ചെയ്ത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രവർത്തനം എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്തു വരാറുണ്ട്. പക്ഷേ കേരളത്തിൽ വിപണിയിലുള്ള ഇടപെടൽ തീർത്തും ദുർബലമാണ്. മാവേലി സ്റ്റോറുകളിലോ ന്യായവില ഡിപ്പോകളിലോ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇന്ന് ഇന്ത്യയിൽ വിലക്കയറ്റം ഗണ്യമായി കുറയുമ്പോഴും 2025 ഏപ്രിൽ മാസത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ നാണയപ്പെരുപ്പം 3.16%. അതേസമയം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാണയപ്പെരുപ്പം ഉള്ള സംസ്ഥാനം കേരളമാണ്. 5.9%. അപ്പോൾ ഇന്ത്യയിലെ നാണയപ്പെരുപ്പം 3.16 ആയിരിക്കുമ്പോൾ കേരളത്തിലെ നാണയപ്പെരുപ്പം 5.9 മാറുന്നത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ വിലക്കയറ്റം, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അനിയന്ത്രിതമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത്.
അപ്പോൾ ഇത് പരിഹരിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. സാധാരണ ജനങ്ങൾ, പാവപ്പെട്ട ആളുകളെ ആണ് ഈ വിലക്കയറ്റം ഗുരുതരമായി ബാധിക്കുന്നത്. അത് പരിഹരിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പം നിലമ്പൂരിൽ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കാൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊപ്പം വിപണിയിലുള്ള ഇടപെടൽ നടത്തി നിലമ്പൂരടക്കമുള്ള കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ന്യായവിലയിൽ സാധനങ്ങൾ എത്തിക്കാൻ എന്തുകൊണ്ട് ഗവൺമെൻറ് ശ്രമിക്കുന്നില്ല? രൂക്ഷമായ വിലക്കയറ്റം തടയുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുന്നു. അതുപോലെയാണ് തൊഴിലില്ലായ്മയുടെ പ്രശ്നം. ഇന്ത്യ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയുള്ള, അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനം കേരളമാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു നടപടിയുമില്ല. നമ്മുടെ ചെറുപ്പക്കാരിന്ന് രാജ്യം വിടുകയാണ്, സംസ്ഥാനം വിടുകയാണ്. അവർക്ക് മാന്യമായ ജോലിയോ മാന്യമായ വിദ്യാഭ്യാസമോ ലഭിക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്രമസമാധാന നില. കേരളത്തിലെ ക്രമസമാധാന നില അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങളും അക്രമങ്ങളും നിത്യസംഭവങ്ങളായി മാറുന്നു. ഇവിടെ രാസലഹരിയുടെ വ്യാപനം കാരണം കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും തോത് അനിയന്ത്രിതമായി വർദ്ധിക്കുന്നു. 10 വർഷമായി ഈ ഗവൺമെൻറ് ലഹരി തടയുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡ്രഗ് വളരെ വ്യാപകമായി കേരളത്തിൽ ഇപ്പോഴും പ്രചരിക്കുന്നു. ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാനോ അവരെ ശക്തമായി നേരിടാനോ ഗവൺമെൻറ് കഴിയുന്നില്ല. തൽഫലമായി അക്രമങ്ങളും കൊലപാതകങ്ങളും മർദ്ദനങ്ങളും വളരെ വ്യാപകമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.